അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അത് 3 ടൈപ്പ് റെസിപ്പിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. 3ഉം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളൊരു മസാല ബർഗറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും അതുപോലെ ഉപ്പും മല്ലിയില തക്കാളി ഇതെല്ലാം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായി വഴറ്റിയെടുത്ത ശേഷം ഞാനിവിടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ സ്പൂൺ വീതം മുളക് പൊടിയും ഓരോ സ്പൂൺ വീതം ഗരം മസാല, പിന്നെ 1 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ ഷെസ്വാൻ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ഇനി ഇതിലോട്ട് ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എഗ്ഗ് ഉണ്ടാക്കിയിട്ടെടുക്കണം. സ്ക്രാമ്പിൾ ആക്കിയിട്ട് ബുൾസൈ ആക്കിയിട്ട് അതിലോട്ട് ഉപ്പും മല്ലിയില കൊത്തിയരിഞ്ഞതും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏതെങ്കിലും ഒരു മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എന്തായാലും ചിക്കൻ മസാലേൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെപ്പറാണെങ്കിലും കുഴപ്പമില്ല. തിരിച്ചു മറിച്ചു വിട്ടിട്ട് അതിൻ്റെ യെല്ലോ ഒക്കെ വേവുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഇതുപോലൊരു ബന്നെടുക്കുക, കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഒരു ഭാഗത്ത് നമുക്ക് ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ മസാലയിലോട്ട് നിങ്ങൾക്ക് പനീർ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് പിന്നെ പനീറിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മസാലയിലോട്ട് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ മസാല ആക്കി കൊടുത്ത ശേഷം എഗ്ഗ് വെച്ച് കൊടുക്കുക, പിന്നെ തക്കാളിയും ഉള്ളിയും വെച്ച് കൊടുക്കുക. കൂടെ നിങ്ങൾക്ക് കക്കരിക്ക ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 2 സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ചീസ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചീസിൻ്റെ ഇതുപോലത്തെ സ്ലൈസ് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എഗ്ഗ് നല്ല ചൂടുണ്ടെങ്കിൽ അപ്പം തന്നെ മെൽറ്റ് ആവും കേട്ടോ നമ്മുടെ ചീസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇതിൻ്റെ പുറത്തോട്ടൊരു മസാല ഉണ്ടാക്കിയിട്ടെടുക്കണം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും മതി കേട്ടോ. അത് കുറച്ച് കൂടിപ്പോയേ, ഇത്രയും വേണ്ട. പിന്നെ മല്ലിയില കൊത്തി അരിഞ്ഞതും ആക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ബർഗർ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. 2 സൈഡിലും ഈ മസാല വരുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ചീസൊന്ന് മെൽട്ടാവുന്ന വരെ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവിയിലൊന്ന് മെൽട്ടായി കിട്ടും. പിന്നെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മസാല ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ചീസൊക്കെ ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുത്ത ശേഷമാണ് ഞാനിവിടെ സെർവ് ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ, ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ കറി, കൂടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല കറുത്ത ബീഫ്, കറുമുറ ഇല്ല കറുത്ത ബീഫ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറുത്ത ബീഫ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ ഇത്. ബീഫ് വേണ്ട പിന്നെ പൊറോട്ട മേടിക്കാത്ത മലയാളികളുണ്ടാവുമോ അല്ലേ? അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാം. ഈ ചിക്കൻ കറിയിൽ നമ്മൾ കാഷ്യൂ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കളർ ഇങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, 1 സ്പൂൺ ഗരം മസാല, പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇച്ചിരി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയ ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂണിൽ നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലോട്ട് വേറൊരു മസാല കൂട്ടും കൂടി റെഡിയാക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ ഫുള്ളായിട്ടുള്ള മുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പാനിലോട്ട് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് വറുത്ത ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലൊരു മണം വരും. ആ സമയത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 വലിയുള്ളി,
അതുപോലെ ഒരു 8-10 ചെറിയ ഉള്ളിയും കേട്ടോ. വലുത് ഒരുപാട് വലുതല്ല, ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തു വലിയ ഉള്ളി. ഇനിയിപ്പോൾ നല്ല വലുതാണെങ്കിൽ 1 മതി കേട്ടോ. അതിലോട്ട് ഒരു തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും ഒരു 8-10 കാഷ്യൂനട്ടും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ കാഷ്യൂം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. ഇതിന് നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു മണം വരുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം സംഭവം. ഇതാ ഈ ഒരു ലെവലിൽ പിന്നെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും 1 സ്പൂൺ ബട്ടർ കേട്ടോ, ഒരു പീസ് അത്ര മതി. പിന്നെ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ ആ ഒരു മസാല കൂട്ടും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. എണ്ണയൊക്കെ അങ്ങ് വേർതിരിഞ്ഞ് വരട്ടെ. ആ ബട്ടറൊക്കെ നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലിനെക്കാട്ടിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബട്ടർ യൂസ് ചെയ്യണം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഹെൽത്തിന് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ തന്നെ എടുത്തത്. പിന്നെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് നമ്മുടെ ചിക്കനും പിന്നെ ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇച്ചിരി വെള്ളമൊക്കെ ആക്കിയിട്ട് ആ വെള്ളവും ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്ലോ കുക്കിംഗ് ആണ്, കാരണം കാഷ്യൂ ഒക്കെ ചേർത്തുകൊണ്ടേ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അടി പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയിലേക്ക് അങ്ങ് തൂവി കൊടുക്കുക, കുറച്ച് കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഗ്രേവിയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൊറോട്ട പത്തിരി ഇതിൽക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നെയ്ച്ചോറിൽക്കാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ബീഫ് കണ്ടില്ലേ, ആഹാ വായിൽ വെള്ളം വരുന്നുണ്ടോ? എനിക്കുണ്ട് കേട്ടോ, കഴിച്ച് കഴിഞ്ഞതാണ് എന്നാലും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് വേണ്ട മസാലക്കൂട്ട് നമുക്ക് ആദ്യം റെഡിയാക്കിയിട്ട് എടുക്കണം. ഒരു 15 ചെറിയുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 8-10 വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞു വലിയ ഉള്ളി കേട്ടോ. പിന്നെ എന്താ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളകും ചെറിയ ജീരകം വലിയ ജീരകം എല്ലാം കൂടെ അരച്ചെടുക്കുന്നുണ്ട്. ആ ഉള്ളിയും മസാലയും എല്ലാം കൂടെയാണ് കേട്ടോ. പിന്നെ കുക്കറിലോട്ട് ചെറിയ ജീരകം ഉലുവയും പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ മസാല അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം കഴുകി വൃത്തിയാക്കി ഏകദേശം ഒരു കിലോൻ്റെ മേലുണ്ട് കേട്ടോ നമ്മുടെ ബീഫ്, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം. നിങ്ങൾ മൺചട്ടിയിലാണ് വേവിക്കുന്നത്, അടുപ്പിലാണ് എങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 2 മണിക്കൂറൊക്കെ വേണ്ടി വരും അല്ലേ ബീഫ് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഗ്യാസിലായതുകൊണ്ട് കുക്കറിലാണ് കേട്ടോ ബീഫാക്കി എടുക്കാറ്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്, അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള വേവ് നമ്മളിത് വറ്റിച്ച് ഡ്രൈ ആകുമ്പോഴത്തേക്കും വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പതിയെ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ബീഫിനും ആടിനൊക്കെ ഉണ്ടല്ലോ സ്ലോ കുക്കിംഗ് ആണ് ഏറ്റവും നല്ലത്. പൊതുവെ എല്ലാറ്റിനും അതാണ് കേട്ടോ നല്ലത്, പ്രത്യേകിച്ച് ഈ 2 അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങയുടെ നീരും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പതിയെ കുക്ക് ചെയ്ത് ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഒന്നും കൂടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല കറുത്ത ബീഫിനെ നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് ഈ ഒരു ലെവലിൽ മതി പറഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി. പിന്നെ ഇതായിരുന്നു നമ്മുടെ കോമ്പിനേഷൻ കേട്ടോ. ഉമ്മാക്കും ഉപ്പാക്കും ബീഫ് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കിയതാണ്. അവർ ചോറും ചിക്കനും രസം അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയൊക്കെ ആയിട്ടാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 3 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്, അതേപോലെ സേവ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഷവർമയുടെ ഇത് കാണിച്ചപ്പോൾ എല്ലാവരും എവിടുന്നാ ചോദിച്ചിരുന്നു. നമ്മൾ അൽത്താസിന്ന് മേടിച്ച ഷവർമയാണ് കേട്ടോ, ചിക്കൻ ഷവർമയാണ്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഷവർമ. പൊതുവേ ഞങ്ങളൊക്കെ ഭയങ്കര ഫാനാണ് കേട്ടോ ആ ഒരു ഷവർമൻ്റെ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡ്രസ് മലായിയുടെ കാണിച്ചപ്പോൾ അത് ഇന്നലെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 3 റെസിപ്പി ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 500 ലൈക്കെങ്കിലും എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഭയങ്കര സന്തോഷമായേനെ. ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.